നമസ്കാരം. അളിയ, ട്രംപിന്റെ കാര്യമാണെങ്കിൽ പറയാൻ വരട്ടെ എന്ന് പറയട്ടെ, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഈ ട്രംപിന്റെ കാര്യം എല്ലാ ദിവസവും മൂപ്പീന് രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു കുളങ്കലക്കൽ ഉണ്ടാക്കും. അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതുകൊണ്ട് എല്ലാവരും കേട്ട് സഹകരിക്കണം. ഈ കഴിഞ്ഞ ഇടക്കാണ് ട്രംപ് പറഞ്ഞത് യുക്രൈൻ യുദ്ധം 50 ദിവസത്തിനകം പരിഹാരം ഉണ്ടാക്കണമെന്നൊരു താക്കീത് മൂപ്പീന് ആർക്ക് കൊടുത്തു? പുട്ടിന് കൊടുത്തു. പുട്ടിൻ പറഞ്ഞു, നീ സൗഹൃദമൊക്കെ സൗഹൃദമാണ്, പക്ഷേ അത് കയ്യിലിരുന്നാൽ മതി, ഈ അവനവൻ്റെ കാര്യത്തിൽ മാത്രം ഇടപെട്ടാൽ മതി, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപിന് അവിടെ ഒരു വാക്കിന് വില നൽകാനായില്ല എന്ന കാര്യം അവിടെ നിഴലിക്കുന്നുണ്ട്. പിന്നീട് തുടർന്ന് നമ്മൾ കാണുന്നത് ട്രംപും പുടിനും തമ്മിലുള്ള ശീതയുദ്ധമാണ്. ഈ ശീതയുദ്ധം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിട്ടും പണി കിട്ടി. നമുക്ക് പണി കിട്ടിയോ എന്ന് ചോദിച്ചാൽ പണി കിട്ടി എന്ന് തന്നെ പറയാം. കാരണം കച്ചവടം ഇല്ലാതെയാകുമ്പോൾ, ഉപരോധങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ള ഒരു വഴി മാത്രമാണ് അവിടെ പോം വഴിയായിട്ടുള്ളത്. അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇന്ന് ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരും തന്നെ അതുമായി ബന്ധപ്പെട്ട് അത്രത്തോളം അങ്ങോട്ട് വറീഡല്ല. ഈ മാധ്യമങ്ങളൊക്കെ എഴുതി പഠിപ്പിക്കുന്ന കണക്ക് എല്ലാവരും അയ്യോ എല്ലാം തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥ ഇന്നില്ല. അതിന് പകരം അമേരിക്ക അല്ലെങ്കിൽ മറ്റൊരു വിപണിയും നമ്മളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ചൈനയുടെ എന്താ പറയുക, റെയർ എർത്ത് മിനറൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലും ഇത്തരത്തിൽ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 14 ആണ് ഈ അന്ത്യശാസനം നൽകുന്നത്. അതായത് 50 ദിവസത്തിനകം പരിഹാരം കാണണം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാനങ്ങ് ചീന്തിക്കളയും എന്ന് പറഞ്ഞത്. പക്ഷെ അത് വകവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജൂലൈ 28 മൂപ്പിന് വീണ്ടും കാർന്നോർക്ക് പിന്നെയും ഇളകിയ സമയത്ത് വീണ്ടും ജൂലൈ 28 വീണ്ടും ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു താക്കീതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 12 ദിവസമായിട്ട് ചുരുക്കി. ഇത് നടപടി ആകൂല എന്നും പറയുന്നത് കൊണ്ട് നമ്മൾ എന്തോരം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും പറയും, പിന്നെ ചോദിക്കുമ്പോൾ ഇത്രയും പറയും. അതുപോലെയാണ് ട്രംപിൻ്റെ കാര്യം. ട്രംപ് പറഞ്ഞു ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആകെ താരിഫ് അടിച്ച് കൈത്തരം മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ താരിഫ് അടിച്ച് കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്രസീൽ പറഞ്ഞ ആകെ ഞങ്ങൾക്ക് 3% ഉള്ളൂ കയറ്റുമതി, അതങ്ങ് പോയാൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അത് മേക്കപ്പ് ചെയ്യും, അല്ലാതെ ഇങ്ങനെ താളത്തിന് ഇനി തുള്ളാനൊന്നും പറ്റത്തില്ല എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളും അതുപോലത്തെ തന്നെയാണ്. അപ്പോൾ വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടില്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് 100% അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു ഭീഷണിയൊക്കെ. പക്ഷേ ട്രംപിൻ്റെ ഭീഷണികളൊക്കെ അവഗണിച്ചുകൊണ്ട് റഷ്യ അങ്ങ് മുന്നോട്ട് പോയി. അത് കണ്ടപ്പോൾ ഈ പറയുന്ന ട്രംപിന് ചൊറിച്ചിൽ കൂടി. എനിക്ക് തോന്നുന്നു രാവിലെ എണീറ്റ് മൂപ്പര് ചൊറിയൻ ചേമ്പിൻ്റെ വെള്ളമാണോ കുടിക്കണേന്ന് അറിയില്ല. എല്ലാ സമയത്തും എല്ലാ രാജ്യങ്ങൾക്കും നേരെ ഈ മാതിരി ചൊറിച്ചിലുമായിട്ട് വരികയാണല്ലോ. അതുകൊണ്ടുള്ള ഒരു സംശയമാണ്. എന്തായാലും ഓരോ അന്ത്യശാസനവും ട്രംപിൻ്റെ സ്വന്തം രാജ്യത്തോടുള്ള വെല്ലുവിളിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാവാത്തത് മൂപ്പർക്ക് മാത്രമാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ ട്രംപിനുള്ള പിന്തുണ എന്ന് പറയുന്നത് വളരെയധികം പിന്നോട്ടടിച്ചിട്ടുണ്ട്. ട്രംപിന് വന്ന സമയത്തുണ്ടായിരുന്നിട്ടുള്ള പിന്തുണ പോലും സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കുന്നില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ട്രംപ് മാറി. പക്ഷെ ട്രംപിന് അതൊന്നും മനസ്സിലാകുന്നില്ല. ചിത്തഭ്രമത്തിൻ്റെ തുടക്കമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ പരിഭ്രാന്തമായിട്ടുള്ളൊരു പ്രതികരണം അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പരിഭ്രാന്തി റഷ്യയുടെ രീതിയിൽ മറുപടി കൊടുക്കുമ്പോൾ പരിഭ്രാന്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ തിരിച്ച് റഷ്യയ്ക്കും അതുപോലെ പ്രതികരിക്കാം എന്നുള്ളതാണ് മുൻ പ്രസിഡന്റും സുരക്ഷാ സമിതി ഉപാധ്യക്ഷനുമായിട്ടുള്ള റഷ്യയുടെ മുൻ പ്രസിഡന്റും സുരക്ഷാ സമിതി ഉപദേഷ്ടാവുമായിട്ടുള്ള മെദ്വദേവ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇതുകൂടി പറഞ്ഞതോടെ റഷ്യയുടെ നടപടി ശരിയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞതോടുകൂടി ട്രംപിന് ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പോൾ ട്രംപ് അതോടുകൂടി അങ്ങ് തീർപ്പ് കൽപ്പിച്ചു, റഷ്യയുടെയും ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥകളൊക്കെ മരിച്ചു പോയവയാണെന്ന്. അതുകൊണ്ട് നമ്മളിവിടെ ശവടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ദുഃഖപൂർവ്വം നമ്മൾ അറിയിക്കുകയാണ്. ട്രംപിന് വേണ്ടപ്പെട്ടവർ ഈ നാട്ടിലുള്ളതുകൊണ്ട് അതൊക്കെ വേഗം അറിയിക്കേണ്ടതാണ് മൂപ്പരെ, അല്ലെങ്കിൽ മൂപ്പർക്ക് ചൊറിച്ചിലുകൂടി എന്തെങ്കിലും സംഭവിച്ചു പോകും. അപ്പോൾ എന്തായാലും സമ്പദ് വ്യവസ്ഥകളൊക്കെ മരിച്ചവയാണ് എന്ന് പറയുമ്പോൾ ഇതൊന്ന് നശിച്ചാൽ എനിക്കൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഇങ്ങനെ പറയുമ്പോൾ ട്രംപിനെ മനസ്സിലാക്കാതെ പോകുന്നതോ ഒരുപക്ഷെ ട്രംപ് കണ്ണടച്ചു പിടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് ഇന്ത്യയാണ്.
ടെക്സ്റ്റൈൽ രംഗത്ത് ഇന്ത്യക്കൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇരട്ടി തിരിച്ചടി അവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഒരു മില്ലുണ്ടാക്കി അവിടെ തുണിത്തരങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്താനൊന്നും കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഓരോന്നും ഉണ്ടാക്കിയെടുക്കാൻ വർഷങ്ങൾ വേണം, മാസങ്ങൾ വേണം. അപ്പോൾ ഈ മാസങ്ങൾ കൂട്ടും. മാസങ്ങൾ തന്നെയാണെങ്കിൽ ഓരോ വിപണി ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന ഓരോ കാര്യത്തിനുമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എത്ര മാസം വേണ്ടി വരും? ഇത്ര മാസവും യാതൊരു തരത്തിലും അല്ലലുമില്ലാതെ കഴിഞ്ഞുപോയ അമേരിക്കക്കാർക്ക് ഈ അല്ലലിലൂടെ കടന്നു പോകാൻ കഴിയുമോ? അവരാ ട്രംപിനെ എടുത്തിട്ട് അമ്മാനമാടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് ട്രംപ് മനസ്സിലാകാതെ നടിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും ഈ ട്രംപ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ റഷ്യയുടെയും വിപണികൾ മരിച്ചുപോയവയാണ്, ചത്ത വിപണി എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനും ഒരു മറുപടി ഈ പറയുന്ന റഷ്യൻ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന മെദ്വദേവ് പറയുന്നുണ്ട്. അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഒറ്റ കാര്യമാണ്, ശീതയുദ്ധകാലത്തെ ചത്ത കൈ, അതായത് ഡെഡ് ഹാൻഡ്, അത് മറന്നു പോകരുത് അമേരിക്ക എന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ട്രംപിനുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പും താക്കീതുമാണ്. ഒരു പരിധിക്കപ്പുറം കളിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപെ വലിച്ചു കീറി അടുപ്പിൽ വെക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് തിരിച്ച് മറ്റൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും അവിടെ നിന്ന് വന്നിട്ടില്ല. അതായത് അദ്ദേഹത്തിൻ്റെ ആ മറുപടി എന്ന് പറയുന്നത് റഷ്യക്ക് പറയാനുള്ള മറുപടിയാണ്, പുടിന് പറയാനുള്ള മറുപടിയാണ് എന്ന് തന്നെയാണ് അവർ കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വീണ്ടും ഒരു പ്രതികരണവുമായിട്ട് ആരും വരാതിരിക്കുന്നത്. മെദ്വദേവ് പറഞ്ഞത് അന്തരീക്ഷത്തിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടും ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പും താക്കീതും കൂടിയാണ്. ഇനി നമുക്ക് നോക്കാം ഈ പറയുന്ന ചത്തകൈ അല്ലെങ്കിൽ ഡെഡ് ഹാൻഡ് എന്താണ് എന്ന് കൂടി നോക്കാം. അതായത് അമേരിക്കയുടെ ആണവായുധ പ്രയോഗത്തിൽ സോവിയറ്റ് യൂണിയനിലെ ഭരണാധികാരികളെല്ലാം കൊല്ലപ്പെടുകയോ അവരുമായിട്ടുള്ള ആശയവിനിമയങ്ങളൊക്കെ തകരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അണുവായുധം വഹിക്കുന്ന ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ബലിസ്റ്റിക് മിസൈലുകൾ സ്വമേധയാ ശത്രു രാജ്യത്തെ തകർക്കുന്ന സംവിധാനമാണ് ഡെഡ് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കാര്യം ഇത്തരത്തിൽ അണുവായുധം പ്രയോഗിക്കുന്നതിന് സമാനമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിതസ്ഥിതിയിലേക്ക് ട്രംപ് കാര്യങ്ങൾ കൊണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭൂഖണ്ഡാന്തര മിസൈലുകളെല്ലാം തന്നെ ഇവിടെ തയ്യാറായി സജ്ജമായി നിൽക്കുകയാണ്. വേണ്ടത് ഒരു യെസ് മാത്രമാണ്, പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു യെസ് മാത്രമാണ് എന്നുള്ളതാണ്. അത് ഭൂഖണ്ഡാന്തര മിസൈലാണ് എന്ന് ആലോചിക്കണം. അമേരിക്കയിൽ ഇനി എന്തെങ്കിലും ഒരു തരത്തിലുള്ള യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഒരു ഛായ, ഒരു നിഴൽ അവിടെ വീണിട്ടുണ്ടെങ്കിൽ ട്രംപിനെ അവിടെ ഇരുത്തി പൊറപ്പിക്കില്ല. കാരണം അമേരിക്കൻ ജനതയ്ക്ക് ഇതെല്ലാം പേടിയാണ്. ഇവർ ഇതെല്ലാത്തിനും മുകളിൽ ഞങ്ങളാണ് എന്ന് പറയുമ്പോഴും അവർക്ക് യുദ്ധത്തെ നേരിടാനോ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാനോ ഒക്കെ അവർക്ക് ഭയമാണ്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായപ്പോൾ പോലും 10 വർഷം എടുത്തു ആ ജനത അതിൻ്റെ ഒരു പേടിയിൽ നിന്ന്, ഭീതിയിൽ നിന്നൊക്കെ മാറി വരാനായിട്ട് 10 വർഷത്തോളം എടുത്തു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇനിയൊരു യുദ്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $34 ട്രില്യൺ കടമുള്ള അമേരിക്കയ്ക്ക് അതിൻ്റെ കൂടെ ഈ പിന്നീടുണ്ടാകുന്ന ഈ ആക്രമണത്തിൽ കൂടി ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നത് പരിഹരിക്കാനായിട്ട് എത്രയോ വർഷങ്ങൾ, എത്രയോ കാലം എടുക്കുമെന്നുള്ളത് ട്രംപ് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കുള്ള ഇത്രയും തീവ്രമായ കാരണത്തിന്, അതായത് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് പിടിച്ചടക്കുക എന്നുള്ള ഒരു കാര്യം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾക്കെല്ലാം ഈ യുദ്ധം തുടങ്ങി വെക്കുകയും എന്നിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളരിപ്രാവായിട്ട് പറന്നിറങ്ങുകയും ചെയ്യുന്ന ട്രംപിൻ്റെ മുമ്പിലുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് നൊബേൽ സമ്മാനമാണ്. അതായത് പിരിപോയ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയിലൂടെ അല്ലാതെ നമുക്ക് ട്രംപിനെ കാണാൻ കഴിയില്ല. ഒരു നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ട് രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയോ അതായത് യുദ്ധത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥയിലെത്തിക്കുകയും യുദ്ധത്തിലാക്കുകയും ചെയ്തിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ആട്ടിൻതോലണിഞ്ഞ ചെന്നായ കണക്കുള്ള രീതിയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത്. ഒറ്റ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറങ്ങിയ ട്രംപ് തുടങ്ങി വെച്ചത് 6 യുദ്ധമുഖങ്ങളാണ്. ലോകത്തിലെ പല രാജ്യങ്ങൾക്കിടയിലായിട്ട് 6 യുദ്ധമുഖങ്ങളാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഏത് കാലത്ത് ഈ ട്രംപ് അവസാനിപ്പിക്കും?
കുട്ടികളുടേതായ മാനസികാവസ്ഥ എന്നൊന്നും പറഞ്ഞ് നമുക്ക് ട്രംപിനെ അവിടെ തരം താഴ്ത്താൻ കഴിയില്ല. ട്രംപിന് പൂർവമുള്ള ചിന്തയിലൂടെ ഇതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ഈ തുടങ്ങിയവ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി എത്രത്തോളം അടിയറവ് പറഞ്ഞ് ചെല്ലേണ്ടി വരും എന്നുള്ളത് കൂടി ചിന്തിക്കണം. അമേരിക്ക അടിയറവ് പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ ഇക്കണ്ട നാള് മുഴുവൻ ലോക പോലീസ് കഴിച്ച അമേരിക്കയ്ക്ക് നാണക്കേടിന്റെ അങ്ങേപ്പുറമാകുമെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അമേരിക്കയുടെ ഈ തുറപ്പുചീട്ട് കൊണ്ടൊന്നും അതായത് അമേരിക്കയുടെ മുന്നറിയിപ്പ് താക്കീതിനൊന്നും യാതൊരു വിലയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പ്രസിഡന്റ് ട്രംപ് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഈ ഡെഡ് ഹാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു കാര്യമായി കാണാൻ കഴിയില്ല. അതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾ, ട്രംപിൻ്റെ കിളിപോയ സംസാരം എന്നൊക്കെ നമ്മൾ തമാശ രീതിയിൽ പറയുമ്പോഴും അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പുകില എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും തീരുന്നതല്ല. ഇതിനുള്ള വൻ വിപത്തുകൾ പുറകെ വരിക തന്നെ ചെയ്യും.